യൂട്യൂബ് ചാനൽ. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചതായിരുന്നു, പക്ഷെ തിരക്കിൽ വിട്ടുപോയി. അപ്പോൾ കാറിൽ കയറിയിട്ടാണ് വീഡിയോ എടുക്കണേ. ഒരു വലിയൊരു സർപ്രൈസ് വീഡിയോ ആണ്. വീട്ടിലാർക്കും അറിയില്ല ഞങ്ങൾ വരണത്. ഞങ്ങളെല്ലാം വീട്ടിലൊക്കെ വിളിച്ച് എല്ലാം സെറ്റാക്കി, സാധാ വിളിക്കണ പോലെയൊക്കെ വിളിച്ച് കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറി ഞങ്ങളിതേ ഫുഡൊക്കെ കഴിച്ച് ടാക്സി വിളിച്ച് പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് ഞങ്ങൾ അങ്ങനെ നേരെ എയർപോർട്ടിൽ പോവുകയാണ്. ഇനി അവിടെ എത്തിയിട്ട് കാണാം. ഓക്കേ. അങ്ങനെ ഞങ്ങളുടെ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ എയർപോർട്ടിൽ ഫ്ലൈറ്റ് കാത്തിരിക്കുകയാണ്. അപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് ഞങ്ങൾക്ക്. ആർക്കും അറിയില്ല അപ്പോൾ എന്തായിരിക്കും അവരുടെ റിയാക്ഷൻ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഭയങ്കര ത്രില്ലാണ്. എൻ്റെ കൂടെ ഞാൻ ഒറ്റയ്ക്കല്ല പോണേ, എൻ്റെ കൂടെ കിരൺ ചേട്ടനും കൂടി ഉണ്ട്. ഞങ്ങൾ രണ്ടാളും കൂടിയിട്ടാണ് പോണത്. അവർക്കൊക്കെ വിഷമമായിട്ടിരിക്കുകയാണ്. നിങ്ങൾക്കൊരു 5 ദിവസം 10 ദിവസം ഇനി വരായിരുന്നില്ലേ എന്നൊക്കെ ചോദിച്ചാൽ എല്ലാവരും വിഷമിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മുടെ ഫ്ലൈറ്റ് വരുന്നത് അബുദാബിയിൽ നിന്നാണ്. എത്തിയാദിലാണ് നമ്മൾ പോണത്. 2:30ക്കാണ് ഫ്ലൈറ്റ്. ഇപ്പോൾ നമ്മൾ ഏകദേശം 11 മണിയൊക്കെ ആയപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ 11:45 12 മണിയായി. ഇനിയും ഒരു 2 മണിക്കൂർ വെയിറ്റിംഗ് ചെയ്യണം. അങ്ങനെ അപ്പോൾ ഓക്കെ. ഹലോ ഗൈസ്, അങ്ങനെ ഞങ്ങൾ എല്ലാം കഴിഞ്ഞ് ഫ്ലൈറ്റ് കയറാൻ പോവാണ്. അപ്പം നടന്നു തുടങ്ങി. ഇനി മണിക്കൂറുകൾ മാത്രമാണ് ഞങ്ങളുടെ വീട്ടിൽ പോകാനായിട്ട്. കിരഞ്ഞേട്ടൻ ഹാപ്പിയാണോ? കിരഞ്ഞേട്ടൻ ഹാപ്പിയാണ്. സർപ്രൈസ് കൊടുക്കണേൽ ഞാൻ വളരെ ഹാപ്പിയാണ്. അപ്പോൾ അവിടെ എത്തിയിട്ട് കാണാം. ഓക്കേ. അങ്ങനെ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ഞങ്ങൾ വന്നിറങ്ങി. ആകെ ഭയങ്കര സന്തോഷത്തിലാണ് ഞാൻ പോയിട്ട് ഇപ്പോൾ 8 മാസമൊക്കെ ആയിട്ടുള്ളൂ. എന്നാലും ഇവിടെ കാണണം, പെരുന്നാൾ കാണണം എന്നൊക്കെ ഉള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്നൊരു തീരുമാനം എടുത്ത് പോകുന്നതാണ്. അങ്ങനെ ഞങ്ങളിതേ പെട്ടിയൊക്കെ എടുത്ത് വീട്ടിലേക്ക് പോവുകയാണ്. കിരൺ ചേട്ടൻ്റെ വീട്ടിൽ അമ്മയ്ക്കും അപ്പച്ചനും അറിയായിരുന്നു ചെറുതായിട്ട്. കിരൺ ചേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യണ ഒരു കുട്ടിയുടെ അമ്മ പറഞ്ഞു. അപ്പോൾ അവർക്ക് ചെറുതായിട്ട് അറിയായിരുന്നു. പക്ഷെ എൻ്റെ വീട്ടിൽ ആർക്കും അറിയണ്ടായിരുന്നില്ല. ഇനി നിങ്ങൾ കണ്ടിട്ട് കമൻറ്റ് ചെയ്യും. ഓക്കെ. നിങ്ങൾക്ക് ആ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി എൻ്റെ ഈ വീഡിയോകൾ കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം, വീഡിയോ ഇടണം എന്ന് കേട്ടോ. അങ്ങനെ വെച്ചാൽ ഞാൻ വീഡിയോ ഇടാം. അപ്പോൾ ഓക്കെ, ബൈ.